നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 ആസനങ്ങളെ പറ്റിയാണ്. ധനുരാസനം, വജ്രാസന യോഗമുദ്ര, പർവ്വതാസനം, ശശാങ്ക ഭുജംഗാസനം, ഗോമുഖാസനം. ഈ ആസനങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്നും ഇവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് ധനുരാസനം. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ഏകദേശം ഒരടിയോളം അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് കമിഴ്ന്ന് കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും ചേർത്ത് മലർത്തിയും വെക്കേണ്ടതാണ്. ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കാലുകൾ ഉയർത്തിക്കൊണ്ട് വന്ന ശേഷം കൈകൾ പുറകോട്ട് കൊണ്ടുവന്ന് കാൽപാദങ്ങളിൽ പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഇരു കാലുകളുടെയും തുടകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ട് വരുമ്പോൾ കാലുകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേപോലെ തന്നെ 3-4 തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുമ്പോൾ കാലുകളുടെ പാദങ്ങളിൽ പിടിച്ച് ഉയർത്തുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാൽക്കുഴകളിൽ പിടിച്ച് കാലുയർത്താൻ ശ്രമിച്ചാലും മതിയാകും. അൾസർ, ഹൃദ്രോഗം, ഹെർണിയ, നടുവേദന എന്നീ രോഗങ്ങളുള്ളവർ ഈ ആസനം ചെയ്യരുത്. ഇതിന്റെ പേര് തന്നെ കുടവയറിന്റെ അന്തകൻ എന്നാണ്. ഈ ആസനം ചെയ്യുന്നത് മൂലം കുടവയർ ഒതുങ്ങി നല്ല ഭംഗിയുള്ളതായി തീരുന്നതിന് സഹായിക്കുന്നു. വയറിന്റെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല രീതിയിൽ മർദ്ദം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയകൾ നല്ല രീതിയിൽ നടക്കുന്നു. നെഞ്ചെരിച്ചിൽ, കുളിച്ചു തികട്ടൽ, ഗ്യാസ് ട്രബിൾ മുതലായവയ്ക്ക് ശമനം കാണാൻ നല്ല രീതിയിൽ സഹായിക്കുന്നു. ഇത് ചെയ്യുന്നത് മൂലം പുറത്തെ പേശികൾക്കും നട്ടെല്ലിന്റെ കശേരുക്കൾക്കും നല്ല രീതിയിൽ അയവും വലിവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തതായി വജ്രാസന യോഗമുദ്ര ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവന്ന് വലതു കൈയുടെ കുഴയിൽ ഇടത് കൈകൊണ്ട് പിടിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വന്ന് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടരാവുന്നതാണ്. ബുദ്ധിമുട്ട് വരുമ്പോൾ അല്പസമയം വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻക്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് നല്ല രീതിയിൽ ശമനം കാണാൻ ഈ ആസനം സഹായിക്കുന്നു. ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ, നെഞ്ചെരിച്ചിൽ, ദഹനക്കേട് മുതലായവയെല്ലാം ഇത് ചെയ്യുന്നതിലൂടെ മാറിക്കിട്ടുന്നു. സന്ധിവാതം മൂലം കാലുകൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. നട്ടെല്ലിനും അരക്കെട്ടിനും നല്ല രീതിയിലുള്ള രക്തചംക്രമണം നടക്കുന്നതിനും തലയിലേക്കും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ അവയവങ്ങളിലേക്കും രക്തപ്രസരണം നടക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. അടുത്തതായി പർവ്വതാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നിവർന്നിരിക്കുക. അതിനുശേഷം വലതുകാൽ മടക്കി ഇരു കൈകൾ കൊണ്ടും കാൽപാദത്തിൽ പിടിച്ച് ഇടതേ തുടയുടെ മുകളിൽ കയറ്റി വെക്കുക. അതേപോലെ തന്നെ ഇടതുകാൽ മടക്കി വലതേ തുടയുടെ മുകളിലും കയറ്റി വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇരു കാലുകളുടെയും ഉപ്പുറ്റികൾ അടിവയറിനോട് ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഇരിക്കുന്നതിനെ പത്മാസനം എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ പറ്റുന്നവർ ഇങ്ങനെ ഇരിക്കുക, അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ ചെമ്പ്രം പടിഞ്ഞിരുന്നാലും മതിയാകും. ഇനി ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ കാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ്.
ആദ്യം ഇടതുകാൽ ഉയർത്തിക്കൊണ്ടുവന്ന് വലതുകാലിന്റെ തുടയിൽ കയറ്റി വെക്കുക. അതിനുശേഷം വലതുകാൽ ഇടതുകാലിന്റെ തുടയുടെ മുകളിലും കയറ്റി വെക്കുക. ഇപ്പൊ ചെയ്ത രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തൊഴുതു പിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും അതിനുശേഷം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഈ രീതിയും അല്പസമയം തുടർന്ന ശേഷം ബുദ്ധിമുട്ട് വരുമ്പോൾ കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുക. ഇത് ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ആസ്മ രോഗത്തിന് വളരെയധികം ശമനം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. നട്ടെല്ലിന് ഉറപ്പും ബലവും ലഭിക്കുന്നതിന് ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ഹെർണിയ രോഗത്തിന് ശമനം കാണാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായി ശശാങ്ക ഭുജംഗാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. ഇരു കൈകളും കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും വേണം. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കൈകൾ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മടക്കാതെ ഉടലിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ നെഞ്ചും തലയും ഉയർന്നിരിക്കുകയും ബാക്കി ശരീരഭാഗങ്ങൾ തറയിൽ പതിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ശരീരം പുറകോട്ട് വലിച്ച് പൂർവാവസ്ഥയിൽ വന്നിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് പുറകോട്ട് വന്ന് കാലുകളിൽ പൃഷ്ഠഭാഗം പതിച്ചിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതേ രീതിയിൽ 10-12 തവണ ആവർത്തിക്കാവുന്നതാണ്. ബുദ്ധിമുട്ട് വരുമ്പോൾ വിശ്രമിച്ച ശേഷം വീണ്ടും 1-2 തവണ കൂടി ആവർത്തിക്കുക. ഹെർണിയ, അൾസർ എന്നീ രോഗങ്ങളുള്ളവർ ഈ ആസനം ചെയ്യരുത്. ഇത് ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആസ്മ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതിന് സാധിക്കുന്നു. അടിവയർ, അരക്കെട്ട് എന്നിവ ഒതുങ്ങി ഭംഗിയുള്ളതായി തീരുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇനി അടുത്തതായി ഗോമുഖാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നിവർന്നിരിക്കുക. അതിനുശേഷം വലതുകാൽ മടക്കി ആ കാലിന്റെ ഉപ്പൂറ്റി ഇടതേ തുടയുടെ പുറകിലും ഇടതുകാൽ മടക്കി ആ കാലിന്റെ ഉപ്പൂറ്റി വലതേ തുടയുടെ പുറകിലും ചേർത്ത് വെക്കുക. ഇപ്പോൾ ഇരു കാലുകളുടെയും മുട്ടുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. വലതുകാലിന് മുട്ടായിരിക്കണം മുകളിലായി വരുന്നത്. ഇനി വലതുകൈ മടക്കി ശരീരത്തിന് പുറകിൽ കൂടി കൊണ്ടുവരികയും ഇടതുകൈ ഉയർത്തിപ്പിടിച്ച ശേഷം പുറകോട്ട് മടക്കി വലതുകൈയുടെ വിരലിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ സമയം തല ഇടതുകൈയോട് ചേർന്നായിരിക്കണം ഇരിക്കേണ്ടത്. ഉയർന്നിരിക്കുന്ന ഇടതേ കൈയുടെ മുട്ടിലേക്ക് നോക്കുകയും 1:2 എന്ന റേഷ്യോയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. അതായത് എത്രത്തോളം സമയമെടുത്താണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിന്റെ ഇരട്ടി സമയമെടുത്തായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ഈ രീതിയിൽ പറ്റുന്നത്ര സമയം തുടർന്ന ശേഷം ബുദ്ധിമുട്ട് വരുമ്പോൾ വിശ്രമിക്കാവുന്നതാണ്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളും കാലുകളും തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ്. ആദ്യം ഇടതുകാൽ മടക്കി വലതേ തുടയോട് ചേർത്തും അതിനുശേഷം വലതുകാൽ മടക്കി ഇടതേ തുടയോട് ചേർത്തും വെക്കുക. അതിനുശേഷം വലതുകൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇടതുകൈ പുറകിൽ കൂടി കൊണ്ടുവന്ന് പിടിക്കുകയും വലതുകൈയുടെ മുട്ടിലേക്ക് നോക്കി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതുമാണ്. ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻക്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു. ഹെർണിയ രോഗത്തിന് ശമനം കാണാനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു. ചില ആളുകൾക്ക് അമിതമായ ദേഷ്യം ഉണ്ടാവുന്ന അവസ്ഥ വരാറുണ്ട്. അത് നിയന്ത്രിക്കാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ധനുരാസനം, വജ്രാസന യോഗമുദ്ര, പർവ്വതാസനം, ശശാങ്ക ഭുജംഗാസനം, ഗോമുഖാസനം എന്നീ 5 ആസനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത്.
ഇവയിൽ ധനുരാസനം എന്നത് അൾസർ, ഹൃദ്രോഗം, ഹെർണിയ, നടുവേദന എന്നീ അസുഖങ്ങളുള്ളവർ ചെയ്യരുത്. അതേപോലെ തന്നെ അൾസർ, ഹെർണിയ എന്നീ രോഗങ്ങളുള്ളവർ ശശാങ്ക ഭുജംഗാസനം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇന്ന് പരിചയപ്പെട്ട 5 ആസനങ്ങളും അവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങളും എന്തൊക്കെയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.